ഞാൻ വിനോദ് ഇല്ലംപള്ളി, സിനിമാറ്റോഗ്രാഫർ. ഞാനിന്നിപ്പം ഗ്രാൻഡ് മാസ്റ്റർ എന്ന ഫിലിമിൻ്റെ ലൊക്കേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 11 കൊല്ലം മുമ്പുണ്ടായ ഒരു ഫിലിമാണ്. അതായത് ഫിലിമിൽ നിന്നും ഡിജിറ്റലിലോട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്ന സമയത്തുണ്ടായ ഒരു ഫിലിമാണ്. അതായത് ഫുള്ളി ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ട് ഡിജിറ്റലൈസ് ചെയ്ത ഒരു ഫിലിമാണ് ഗ്രാൻഡ് മാസ്റ്റർ. അത് ഇത്രയും കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇപ്പോഴും അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഫിലിം. ഉണ്ണികൃഷ്ണനാണ് അതിൻ്റെ ഡയറക്ടർ. മോഹൻലാൽ, പ്രിയാമണി അവരെല്ലാവരും അഭിനയിച്ചിരിക്കുന്ന ഒരു ഫിലിമായിരുന്നു. ജഗതിച്ചേട്ടൻ്റെ ഒരു ലാസ്റ്റ് ഫിലിം. മീൻസ് നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷനിൽ നിന്ന് പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റുന്നതുമൊക്കെ. പുള്ളി രാത്രി ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പിന്നെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആരോമ മോഹൻ എന്ന് പറയുന്ന കൺട്രോളറുണ്ട്. അദ്ദേഹം ഈ എൻ്റെ തുടക്ക സമയത്ത് സിനിമയിലെ ഒരു എൻട്രിയുടെ സമയത്തും ഇത് കഴിഞ്ഞിട്ട് ഈ ഗ്രാൻഡ് മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലും പുള്ളിയുടെ ഒരു ഹെൽപ്പ് ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവർ ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഞാനപ്പം വേറെ ഒരു ഫിലിം കമ്മിറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആ മീറ്റിങ്ങിന് പോകുന്ന യാത്രയിലാണ് മോനേട്ടൻ വിളിക്കുന്നത്, ഇല്ലംപള്ളി എന്താണ് പരിപാടി അടുത്ത്. ഞാൻ പറഞ്ഞു, മോനേട്ടൻ ഇങ്ങനെ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു മോഹൻലാലിൻ്റെ പ്രോജക്റ്റാണ്, ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു അപ്പം ഞാനാണെങ്കിൽ അത് വേറെ ഒരു ഡയറക്ടറോട് ഒരു വാക്ക് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ വാക്ക് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പുറത്തും മോഹൻലാലിൻ്റെ ഒരു ഫിലിം കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും. അപ്പോൾ അത് രണ്ടും കൂടെ ഇങ്ങനെ മനസ്സിൽ അലട്ടി അവിടെ പോയി മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ ആ ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, എപ്പോഴും അത് കിട്ടണമെന്നില്ല. അപ്പം തുടക്ക സമയമാണ് ഞാൻ ഇൻഡിപെൻഡൻ്റായി 1-2 പടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഗ്രാൻഡ് മാസ്റ്റർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഇപ്പം മമ്മൂക്കയുടെ പടം ചെയ്യുക, ലാൽ സാറിൻ്റെ പടം ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യും, പുള്ളിയാണെ എന്നോടുള്ള അതൊരു ഓഫ് ബീറ്റ് ഫിലിമാണ്, വലിയ ബഡ്ജറ്റ് ഒന്നുമല്ല, പക്ഷെ എന്നാലും നമ്മൾ വാക്ക് പറഞ്ഞത് ചെയ്യണമല്ലോ. അദ്ദേഹത്തിനോട് ഞാനിത് പറഞ്ഞു, എനിക്കിനി അത് കിട്ടില്ല. പക്ഷേ പുള്ളി മനസ്സോടെ പുള്ളി എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല വിനോദ്, അത് നിങ്ങൾ പോയി ചെയ്യൂ, നിങ്ങളുടെ ഒരു ഭാവിയുടെ ഒരു പ്രശ്നമല്ലേ, അല്ല ഇനി അങ്ങനെ ഒരെണ്ണം കിട്ടിയില്ലല്ലോ. പുള്ളി മനസ്സോടെ എന്നെ അതിനെ സമ്മതിക്കായിരുന്നു. അങ്ങനെ അരമോഹൻ വഴിയാണ് എനിക്ക് ആ ഫിലിം വരുന്നത്. ലൊക്കേഷൻ തപ്പിയുള്ള നടപ്പിൽ ഗ്രാൻഡ് മാസ്റ്ററിൽ മോഹൻലാലിൻ്റെ വീടായിരുന്നു നമുക്കൊരു മേജർ ഇത് വേണം. നല്ല ഇൻറ്റീരിയറൊക്കെ ഉള്ള ഒരു വീടായിരിക്കണം എന്നുള്ളത്. അപ്പം ഒരു മേജറിൻ്റെ വീടുണ്ട് തൃക്കാക്കരയിൽ, എറണാകുളം തൃക്കാക്കരയിൽ. അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെയാണ്, വീട്ടിൽ അവിടെ എവിടെയൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല, ഒന്നുമില്ല. നമ്മൾ ചെന്നപ്പോഴേ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഒന്നും അവിടെ ഇവിടെയൊന്നും ടച്ച് ചെയ്യുകയൊന്നും ചെയ്യരുത്. കാരണം പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ഷീൽഡുകളും അതും ഇതുമൊക്കെ വേറെ ഒരു ലുക്കാണ്, പടത്തിൽ കാണാൻ പറ്റും. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് പുള്ളി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പുള്ളിയുടെ വീട്. അവിടെയാണ് മോഹൻലാലിൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തത്. പിന്നെ കഥയിലുടനീളം ഒരു ചെസ് പരിപാടിയാണല്ലോ, ചെസ് ഗെയിം പോലെ തന്നെയാണല്ലോ കഥയും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർകട്ടായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെസ്സിൻ്റെ പ്ലേ അവിടെ ലാൽസാറിൻ്റെ റൂം ചെയ്തപ്പോൾ ആ വീട്ടിൽ തന്നെ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ചെസ്സിൻ്റെ പരിപാടികളെല്ലാം എടുത്തിരിക്കുന്നത്. ആ വീട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു യാത്ര ശരിക്കും പള്ളി തപ്പിയുള്ള ഒരു യാത്രയായിരുന്നു. ബാബു ആൻ്റണി നിൽക്കുന്ന ഒരു പള്ളിയുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല പള്ളികളും സന്ദർശിച്ചു. അപ്പം ഞാൻ തന്നെ ചെയ്ത റോമൻസ് എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം പള്ളികളൊന്നും തരുന്നില്ലായിരുന്നു. കാരണം അച്ഛന്മാരെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് റോമൻസ് ഇറങ്ങി എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പം കേരളത്തിലെ പള്ളികളൊന്നും ഈ പറഞ്ഞ പോലെ കൊടുക്കുന്നില്ല എന്നുള്ള ഇതിൽ. പക്ഷെ നമുക്ക് SR മതി, അതിൽ ഒത്തിരി പള്ളികൾ കണ്ടിട്ടും നമുക്കൊന്നും അത് ആയുമില്ല. പിന്നെ ഏതായാലും ഇപ്പോൾ ഈ വാരാപ്പുഴയിലാണ് ആ പള്ളി, വരാപ്പുഴ പള്ളിയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്, ബ്രിഡ്ജിൻ്റെ താഴെയുള്ള. അപ്പോൾ അതൊക്കെ അവിടുന്ന് ആ സമയത്ത് ജിബൊക്കെ നമുക്ക് 1 ദിവസം 2 ദിവസത്തേക്കൊക്കെ വിളിക്കാനുള്ള ബഡ്ജറ്റിങ്ങേ ഉള്ളൂ, എന്നൊക്കെ ഭയങ്കര ചാർജാണ്. അതാണ് പിന്നെ ബാബു ആൻ്റണി ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ടോപ്പ് ആംഗിളിൽ നിന്ന് ഇങ്ങനെ ഒരു ഷോട്ടൊക്കെ ഇങ്ങനെ വരുന്ന ഒരു അപ്രോച്ച് ഷോട്ടൊക്കെ ആയിട്ടും അത് ആ വരാപ്പുഴ പള്ളിയുടെ അവിടെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാബു ആൻ്റണി വന്ന് നിൽക്കുന്ന ബാബു ആൻ്റണിയുടെ ഇൻട്രഡക്ഷൻ സാധനം. അതിനകത്ത് പിന്നെ ഒരു മേജർ ഓഫീസായിട്ട് നമുക്ക് വേണ്ടിയിരുന്ന മെട്രോ ക്രൈം സെൽ എന്നും പറഞ്ഞിട്ടൊരു ഓഫീസ് സെറ്റപ്പ് ആണല്ലോ അതിനകത്ത് പടത്തിൽ കാണിക്കുന്നത്. അത് ശരിക്കും നമ്മൾ ഒത്തിരി ഓഫീസുകൾ തപ്പി. അതായത് നമ്മുടെ MG റോഡിൻ്റെ അവിടെ ഒരു പഴയ ഓഫീസ് സെറ്റപ്പ് ഉണ്ടായിരുന്നു.
ഒക്കെ സ്ഥിരം ഷൂട്ടിങ്ങിന് കൊടുക്കുന്നതായിരുന്നു. അതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല നമുക്ക്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തപ്പിയാണ് വി ഗാർഡിൻ്റെ ഓഫീസാണ് ആ ഒരു ഓഫീസ് സെറ്റപ്പായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് പുതിയ റോഡിനടുത്തുള്ള, അതായത് ഹോളിഡേ ഇന്നിൻ്റെയൊക്കെ ബാക്കിലായിട്ട് വരുന്ന വി ഗാർഡിൻ്റെ ഒരു ഓഫീസിലാണ് ഈ ഓഫീസ് സീക്വൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 3-4 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11ാം നിലയിലായിരുന്നു അതിൻ്റെ ഷൂട്ട് നടന്നത്. അതിനകത്ത് ജഗതിച്ചാനും ലാൽ സാറുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഷൂട്ടിംഗ് ഡേറ്റ്സ് ആയിരുന്നു ആ ദിവസം. അതിനകത്തെ ഓഫീസ് സെറ്റപ്പുകൾ, അത് നമ്മൾ ഒത്തിരി ഇടങ്ങളിൽ ആ ഓഫീസിന് വേണ്ടിയിട്ട് അലയേണ്ടി വന്നു. നമുക്കൊരു മനസ്സിനെ ഉദ്ദേശിച്ച രീതിയിൽ ഒരെണ്ണം കിട്ടിയില്ല. ഏതായാലും അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വി ഗാർഡിൻ്റെ ഒരു വലിയൊരു ഓഫീസ് സെറ്റപ്പിലാണ് ആ ഓഫീസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ വേറൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ FACTക്കകത്ത് ഒരു അവിടുത്തെ അറിയാലോ, ഇവിടെ ഈ പറഞ്ഞ പോലെ ഡെഡായിട്ട് കിടക്കുന്ന കുറേ ബിൽഡിങ്ങുകളുണ്ട്. അതിനകത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷനാണ് ഈ പറഞ്ഞ പോലെ റിയാസ് ഖാനിനെ കാണാനായിട്ട് മോഹൻലാൽ വരുന്ന ആ സീക്വൻസ് ഉണ്ട്. വാതിൽ ചവിട്ടി തുറന്ന് വരുന്ന ഒരു സംഭവം, അത് ഈ പറഞ്ഞ പോലെ FACTക്കകത്താണ്. അതൊക്കെ ഈ പറഞ്ഞ ഇന്നലെ പോലെ നമ്മൾ ഓർക്കുന്ന ഒരു സാധനം. അപ്പം അവിടെയൊക്കെ ആണെങ്കിലും ഈ മറ്റേ കബോർഡുകളും എല്ലാം ആയിട്ട് ജോസഫ് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ പേപ്പറുകൾ പറക്കണം 48 ഫ്രെയിംസിൽ. നമ്മളെ എന്താണ് പറപ്പിക്കാൻ പറ്റുന്നത് 48-ലോ അല്ലെ 60 ഫ്രെയിംസിലോ എന്താണ് പറപ്പിക്കാൻ പറ്റുന്നതെന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെ ആ ഓഫീസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഈ FACTയുടെ അകത്താണ്. പിന്നെയുള്ള ബാബു ആൻ്റണിയുടെ വീടായിട്ട് കട്ട്സ് ചെയ്തിരിക്കുന്ന അല്ല ഇടക്കൊച്ചിയിലെ ജോർജ് ഏട്ടൻ വീട്. ഇടക്കൊച്ചിയിലെ സ്ഥിരം ഷൂട്ടിംഗ് സങ്കേതമാണത്. അവിടെ അത് ചെയ്തിരുന്നു. അതിനകത്ത് ആലീസ് കോഫി പബ് എന്നും പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനായിരുന്നു. ആ മർഡർ നടക്കുന്ന ഒരു കോഫി ഷോപ്പ് വേണം, അത് ഒരു ബീച്ച് സൈഡിൽ വേണമെന്നുള്ളത് ഉണ്ണിച്ചാറിന് നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർക്കല ഭാഗത്തൊക്കെ പോയി തപ്പി, എന്നാലും അതിന് പറ്റിയൊരു സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ വന്ന് ആലപ്പുഴ ഭാഗത്ത് നോക്കുന്നു. അത് കഴിഞ്ഞാണ് ചെറായി വരുന്നത്. ചെറായിലാണ് ആക്ച്വലി അത് ഷൂട്ട് ചെയ്യുന്നത്. കോഫി ഹൗസും റിസോർട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഇവരുടെ ഫ്ലാഷ് ബാക്ക്, ലാൽ സാറിൻ്റെയും പ്രിയമണിയുടെയും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതിനകത്ത് വരിക്കാശ്ശേരി മനയുടെ അകത്തളമാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടാണ് ആ സോങ്ങിനിടയിൽ ഇവർ രണ്ടുപേരും കൂടെ ആയിരിക്കും. പ്രിയമണി ഇങ്ങനെ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നതൊക്കെ മഴത്തുള്ളികൾ വീഴുന്ന ഒരു സീക്വൻസ്. അത് ഷട്ടറൊക്കെ കട്ട് ചെയ്തിട്ട് അത് ബ്ലൂ മാത്രം, ആ വെള്ളത്തിന് ബ്ലൂ ലൈറ്റ്സ് ബാക്ക് ലൈറ്റ് കൊടുത്തുകൊണ്ട് ചെയ്ത ഒരു സംഭവം. അതായത് അന്നത്തെ എക്സ്പെരിമെൻ്റൽ പരിപാടിയായിരുന്നു. ഫിലിമിലുണ്ടായിരുന്ന ഷട്ടർ കട്ട് ചെയ്യൽ പരിപാടിയൊക്കെ ആയിട്ട് എന്നെ സമയത്തോളം. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ തന്നെ വരിക്കാശ്ശേരി മനയുടെ കുളമാണ് പ്രിയാമണിയെ നീന്തൽ പഠിപ്പിക്കുന്ന ലാൽ സാറിൻ്റെ സീക്വൻസ് ചെയ്ത്. പിന്നെ പ്രിയാമണിയുടെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഒരു വീടാണ്. അതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒന്ന് കുറച്ച് നടക്കേണ്ടി വന്ന ഒരു വീടാണ് പ്രിയാമണിയുടെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മറ്റേ കോടതി ചെയ്തിരിക്കുന്ന മഹാരാജാസ് കോളേജിൻ്റെ ഹാളിലാണ്. അത് സ്ഥിരം വക്കീൽ കോടതിയായിട്ട് എറണാകുളത്ത് ഷൂട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളുടെയും ഒരു ഏരിയയാണ്. അതും മനോഹരമായിട്ടുള്ള ഒരു രീതി. അത് കുറേയൊക്കെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ജോസഫിൻ്റെ അനുസരിച്ച് അത് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഓർക്കുമ്പോൾ ആ ഒരു കോടതിയൊക്കെ ഗംഭീരമായിട്ടന്ന് ചെയ്യാൻ പറ്റി. അതിനകത്ത് പിന്നെ ഒരു ഡീല് നടക്കുന്നുണ്ട്. ആ ഡീല് നടക്കുമ്പോഴത്തേക്കും നരേനും ലാൽ സാറും കൂടെ ഒരു ഏരിയയിലോട്ട് വന്ന് ഷൂട്ടൗട്ട് നടക്കുന്ന അത് ആ മഹാരാജാസ് കോളേജിൻ്റെ ഒരു ബ്ലോക്കാണ്. ആ ഒരു ബ്ലോക്കാണ് നമ്മളത് ഷാഡോസൊക്കെ വെച്ച് ആൾക്കാർ ചാടി വരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസ്. അത് മഹാരാജാസ് കോളേജിൻ്റെ ഏരിയ ആണത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ ഫുൾ ഏരിയ ഒരു ടെന്നീസ് കോർട്ട് ബ്ലാക്ക് ചെയ്താണ് ചെസ്സിൻ്റെ സീക്വൻസ് ചെയ്തിരിക്കുന്നത്. ആ ചെസ്സിൻ്റെ സീക്വൻസ് ചെയ്തിരിക്കുന്ന ആലുവ, ഈ പറഞ്ഞ പോലെ ആലുവയിൽ ഈ FACTയുടെ തന്നെ കോട്ടേജസ് ഒരു അങ്ങനത്തെ ഒരു ഏരിയയിൽ ഒഴിഞ്ഞു കിടക്കുന്ന അവരുടെ തന്നെ ടെന്നീസ് കോർട്ട്, അത് ഡെഡായി കിടക്കുകയായിരുന്നു. അവിടെ ബ്ലാക്ക് ചെയ്തെടുത്ത ഇതാണ് ആ ചെസ് സീക്വൻസ്. അനൂമേനോൻ്റെ ഹോസ്പിറ്റലായിട്ട് കാണിക്കുന്നത് ആക്ച്വലി അതൊരു ആലുവ ചൂണ്ടിക്കടുത്ത് ഒരു SH സെൻറ്റർ എന്ന് പറഞ്ഞൊരു
സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന ഒരു ഏരിയയാണ് അത്, ഓഫൻ പരിപാടിയൊക്കെ ആയിട്ട്. അവിടെയാണ് നമ്മൾ അതിനെ ഈ ഹോസ്പിറ്റൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ആരാണ് നീ എന്ന് പറഞ്ഞ് സോങ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലോറുകളെല്ലാം ആ സമയത്ത് ബിസി ആയിരുന്നു എറണാകുളം. അപ്പം അങ്ങനെ ആയപ്പം നമുക്ക് ഒരു ഫ്ലോറിൻ്റെ ആവശ്യവുമുണ്ട്. എന്നാലും ഞങ്ങൾ നേരത്തെ ഷൂട്ട് ചെയ്യാൻ പോയതിൻ്റെ ആ സമയത്ത് ഇരുന്ന് ഊണ് കഴിച്ച ഒരു പോർഷനാണ് അമ്പലമുകളിലെ FACTയുടെ ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലം. ഗോഡൗൺ അല്ല, അത് ശരിക്കും ടെന്നീസ് കോർട്ടോ ഏതാണ്ടായിരുന്നു ഓർഡർ ലൈവായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. മീൻസ് ആ ഒരു ഇൻഡോർ സ്റ്റേഡിയം പോലത്തെ സ്ഥലത്താണ് ആരാണ് നീ സോങ് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ആ സമയങ്ങളിൽ ഫുൾ ഫ്ലോർ ബിസി ആയിപ്പോയി. അത് കാരണം നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത ആരാണ് നീ എന്നുള്ള സോങ്. രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നൈറ്റിൽ ട്രാവൽ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ പറഞ്ഞ് CG ചെയ്യാം നൈറ്റ് ട്രാവൽ. ഞാൻ പറഞ്ഞു CG വേണ്ട, കാരണം അത് അത്രയ്ക്കും സുഖമാകുകയില്ല. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന റിഗില്ല, ലാൽ സാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സാറിൻ്റെ പ്രൊഫൈൽ ഷൂട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സീറ്റിലിരുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് 435 ക്യാമറയാണ്, മാഗസിനും ഒക്കെ ആയിട്ട് നല്ല വെയിറ്റ് വരും. അപ്പോൾ ഇങ്ങനെ ശ്വാസം പിടിച്ചിരുന്നാലേ ഉള്ളൂ ഈ അനങ്ങാതെ കിട്ടത്തുള്ളൂ, ട്രാവലിംഗ് അല്ലേ. അപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കനം, എനിക്കാണ് ഹോൾഡ് ചെയ്താൻ പറ്റുന്നില്ല. അപ്പോൾ സാറ് ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി തിരിഞ്ഞ് നിന്നിട്ട് എന്താ മോനെ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് പുള്ളി പതുക്കെ തിരിഞ്ഞ്, അപ്പം ഇങ്ങോട്ട് നോക്കുന്ന പോലെയേ ഉള്ളൂ, ഫിലിം ചെയ്യാറുള്ളൂ. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഈ കൈ കൊണ്ട്, ഇടത്തെ കൈ കൊണ്ട് പുള്ളി ഹോൾഡ് ചെയ്തു ക്യാമറ. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഓടിക്കുന്ന പോലെ കാണിച്ചു. കാരണം എനിക്ക് അത്രയ്ക്കും കട്ടിയായി, കാരണം കുഞ്ഞിക്കൂടിയായി ഇരിക്കുന്നത് ഈ വണ്ടിക്കകത്ത്. അപ്പോൾ പുള്ളിക്ക് അത് മനസ്സിലായിട്ട് പുള്ളി പതുക്കനെ ഈ ലെഫ്റ്റ് കൈ കൊണ്ട് അത് ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു. പിന്നെ ഇവരുടെയൊക്കെ കൂടെ പൊതുവേ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻജോയ്മെൻ്റ് ആണ്. അപ്പം ലാൽ സാറിൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും അദ്ദേഹം കുറച്ച് കോമഡി കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. നമുക്കാകുമ്പോഴത്തേക്കും സീരിയസ് ആണ്, എന്നാലും അദ്ദേഹത്തിൻ്റെയും കൂടെ അതിൻ്റേതായ രീതിയിലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. സ്കൂൾ അതിനകത്തൊരു പ്രധാന ഘടകമാണല്ലോ പടത്തിൽ. അപ്പം ഈ സ്കൂള് അതിനകത്തുള്ള ഈ ചേസ് ഉണ്ട്, മറ്റേ ഓടിച്ചിടുന്നതുകൊണ്ട്, ഈ ഓടിച്ചിട്ട് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ ഹോളിലോട്ടാണ് വരേണ്ടത്. അപ്പം അങ്ങനെ നമ്മളത് എവിടെ ചെയ്യും എന്ന് നോക്കി ഒത്തിരി ഓഡിറ്റോറിയങ്ങൾ നോക്കി നമ്മൾ. കാരണം സ്കൂളിൻ്റെതായ ഒരു ഫീല് വേണം, സ്കൂളിലുള്ള ഒരു ഹോളായിട്ട് ഫീൽ ചെയ്യണം, ഗ്രൗണ്ട് വേണം. അങ്ങനെ ഞങ്ങൾ അനേകം സ്കൂളുകൾ നമ്മൾ നോക്കിയിരുന്നു. പക്ഷെ എല്ലായിടത്തും പെർമിഷൻ്റെ വിഷയങ്ങളുള്ളത് കാരണം, സ്കൂൾ ടൈം ആയത് കാരണം, പിന്നെ ലാൽ സാറ് ചെല്ലുമ്പോഴത്തേക്കും കംഫർട്ടായിരിക്കണം, ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒത്തിണങ്ങി കിട്ടിയ സ്കൂളാണ് ഇതിൻ്റെ ഷൂട്ട് നടന്ന സ്കൂളായിട്ട് കാണിക്കുന്നത് ഇൻഫോ പാർക്കിനടുത്തുള്ള സെൻറ്റ് ജോസഫ് സ്കൂളാണ്. ഇൻഫോ പാർക്കിനടുത്താണത്, കാക്കനാട് ആണ് സ്കൂൾ മെയിനായിട്ട് കാണിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഹോളായിട്ട് കാണിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ഒരു സൈന ഓഡിറ്റോറിയം. അതാണ് ക്ലൈമാക്സ് എന്നോടനുബന്ധിച്ച് വരുന്ന ആ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഓഡിറ്റോറിയമായിട്ട് കാണിക്കും. കാരണം സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിന് അത്രയും സ്പേസ് ഇല്ലായിരുന്നു, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. പക്ഷെ ഞങ്ങൾ ആ ഓഡിറ്റോറിയം നോക്കി പലയിടത്തും പോയി, എറണാകുളത്ത് തന്നെ പല ഓഡിറ്റോറിയത്തിലും പോയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ സൈന ഓഡിറ്റോറിയത്തിലെ ഇതാണ്. പിന്നെ അതിനകത്ത് ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്ന അതിനകത്താണല്ലോ, ആ ഓഡിറ്റോറിയത്തിലാണ്. അത് ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ടും ഒക്കെ പിടിക്കാനായിട്ടും ഇതിൻ്റെ ഒരു പാലറ്റ് പെയിൻറ്റിങ്ങും കണക്റ്റഡ് ആകണം, അങ്ങനെയൊക്കെ ആയിട്ട് വന്ന ഒരു അതും കൂടെ കണക്ട് ചെയ്യേണ്ട കാരണമാണ് ഈ ഓഡിറ്റോറിയം പ്രധാന ഇമ്പോർട്ടൻസ് ആയിരുന്നു. പിന്നെ ഫൈറ്റ് മാസ്റ്റർ ദിലീപ് വളരെ എഫേർട്ട് എടുത്തും, ദിലീപിൻ്റെയൊക്കെ തുടക്ക സമയങ്ങളിലുള്ള ഫിലിമായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ. ഈ പറഞ്ഞ പോലെ ഒരു സ്പൈഡറിനെ പോലെ ഓടി നടക്കുന്ന വില്ലൻ ക്യാരക്ടറാണല്ലോ. അപ്പം പുള്ളി ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫുൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതുപോലത്തെ കോഡേഴ്സ് വേണം, ഈ ബ്ലാക്കും ഈ മുഖത്തുള്ള ചായവും എല്ലാമായിട്ട് ആളെ തിരിച്ചറിയാൻ പാടില്ല, ഇവനാണെന്നുള്ളത് അറിയരുത്. ഇങ്ങനെ അപ്പം ഷാഡോയിൽ കൂടെയും ലൈറ്റ് ആൻഡ് ഷാഡോയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇവൻ ഓടിപ്പോണം എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു.
ഫ്ലൈ ചെയ്ത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല, റോപ്പില്ലാതെ, റോപ്പ് ഒരിടത്ത് മാത്രം എന്തോ റോപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ, 1-2 സ്ഥലത്ത് മാത്രം ഈ ക്ലൈമാക്സ് ഫൈറ്റിനിടയിൽ. പക്ഷെ അത് ലാൽ സാറ് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്ത് ഫൈറ്റ്, ഈ റോപ്പയിലൊക്കെ ഇവനിങ്ങനെ പറന്ന് വന്ന് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഫ്ലൈ ചെയ്ത് ഇടിച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു ടെക്നിക്കും കൂടി ഉണ്ടാകും ഇങ്ങനെ പിടിച്ച് നിർത്തുന്നതും ഒക്കെ. അപ്പം അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഇതാണ്. അത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 3 ദിവസം ഡേയും 9:30 വരെ ഞങ്ങളുള്ള ഒരു ഷിഫ്റ്റിൽ പോയിട്ട് തീർത്ത പടമാണ് അത്. നമുക്കും ഒരു ഈ പറഞ്ഞ പോലെ ഫൈനലി ഇവൻ്റെ മുഖം കണ്ടിട്ട് ഇവനാണെന്ന് തിരിച്ചറിയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഈ ക്രൂവിലെ ആർക്കും തന്നെ ഈ ട്വിസ്റ്റിനെ പറ്റി അറിയത്തില്ലായിരുന്നു. എനിക്കറിയാം, ഡയറക്ടർക്ക് അറിയാം, അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടർക്ക് അറിയാം, അങ്ങനെ കുറച്ച് ആൾക്കാർക്കേ അറിയത്തുള്ളായിരുന്നു. അപ്പം അതിൻ്റെ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആ ഷൂട്ട് ചെയ്യുമ്പോൾ. കാരണം അതെങ്ങനെയാണ് ആൾക്കാർക്ക്, കാരണം ഇതിനകത്തൊരു വേറെ ആർക്കും അറിയത്തില്ലല്ലോ, അപ്പം അതിനൊരു പഞ്ച് ഉണ്ടാവുമോ എന്നുള്ള ഒരു സാധനം അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ, ഇതിൻ്റെ പഞ്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്താണേലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഈ അപ്രീസിയേഷൻ കിട്ടിയതും എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയതും ഗ്രാൻഡ് മാസ്റ്ററാണ്. പിന്നെ ലാൽ സാറിൻ്റെ കഥാപാത്രം പറയുമ്പോഴത്തേക്കും വലിയ അമാനുഷികമല്ലാത്ത രീതിയിലുള്ളൊരു പോലീസ് ഓഫീസർ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം, അങ്ങനെയെല്ലാം കൂടെ ഒത്തിണങ്ങി വന്ന ആ സമയത്ത് ഏറ്റവും വലിയ 2012 ഹിറ്റായി മാറിയ ഗ്രാൻഡ് മാസ്റ്റർ എന്ന പടം എൻ്റെ ജീവിതത്തിലും വളരെയധികം മാറ്റം സംഭവിച്ചൊരു, എൻ്റെ കരിയറിലെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു ഫിലിമായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ. അതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.